ഓക്കെ, അവരുടെ വണ്ടികളെല്ലാം ഈ ഒരു ഏരിയയിൽ നിന്ന് മൂവ് ചെയ്ത് ഓരോ പൊസിഷൻസ് എടുക്കാനുള്ളൊരു പരിപാടിയാണ് തോന്നുന്നു. നല്ലൊരു സ്പ്രേ ആൻഡ് ടാഗ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ പ്ലേയേഴ്സ് ഓക്കെ സോൺ ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ആയിരിക്കുന്നത്. വാവ്, വാട്ട് എ മാർവലസ് സോൺ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ആ ഒരു സോൺ ഷിഫ്റ്റ്, ആദ്യത്തെ സോൺ ഷിഫ്റ്റ് TJക്കാണ് കിട്ടിയിരിക്കുന്നത്. മൊത്തത്തിൽ ആ ഒരു സോണ് ഷിഫ്റ്റായി TJയുടെ ഏരിയയ്ക്കാണ് വന്നിരിക്കുന്നത്. KVA എവിടെയൊക്കെ ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് കറണ്ട് സിനാരിയോയിൽ അറിയില്ല. TGA ഇവിടെ ഈ ബിൽഡിങ്ങുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഹിറ്റ്മാൻ ഈ ഒരു ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. ആർട്ട് ഗെയിമിംഗ് ബ്ലിപ്പ് ഓൺ ആക്കിക്കോളൂ ബ്രോ. ഓക്കെ ബ്രോ. അപ്പൊ ബാബ്സിനൊന്ന് വലിച്ചിട്ട് എടുക്കോ? ഞാൻ സിറ്റി കേറുന്നില്ല. ഇല്ല, നമുക്ക് വലിച്ചിടാൻ പറ്റത്തില്ല. അവൻ വേണമെങ്കിൽ വണ്ടി എടുത്ത് പറഞ്ഞു, അല്ലെങ്കിൽ ഇവര് പോയി വിളിച്ചോണ്ട് പറഞ്ഞു. എടുത്തോട്ട് മെയിൻ ഗാരേജിലോട്ട്. ബിൽഡിങ്സ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. KVയുടെ പ്ലേസ് എല്ലാം അവിടെയാണ് നിൽക്കുന്നത്. കറണ്ട് സിനാരിയോയിൽ എന്താണ് TJയുടെ പ്ലേസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. TJയുടെ എല്ലാവരും ഈ ഒരു ഒറ്റ ബിൽഡിങ്ങിലോട്ട് ചുരുങ്ങാനാണോ എന്ന് നമുക്കറിയത്തില്ല. അവരുടെ പ്ലേസ് എല്ലാവരും ഈ ഒരു ബിൽഡിങ്ങിലും മറ്റൊരു ബിൽഡിങ്ങിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സോൺ ഔട്ട് ബിൽഡിംഗാണ് മിസ്റ്റർ കൊമ്പൻ. താങ്കളത് ഓക്കെ, സോൺ ഔട്ടിൻ്റെ ബിൽഡിങ്ങിലോട്ടാണ് കൊമ്പൻ കയറിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് അവരുടെ ബാക്കിയുള്ള പ്ലേസുകൾ ഈ ഒരു ബിൽഡിങ്ങിലും, അതേപോലെ ഒരാൾ മാത്രമാണ് ഈ ഒരു ബിൽഡിങ്ങിൽ നിൽക്കുന്നത്. TJയുടെ നിൽക്കുകയാണ് നിൽക്കുന്നത്. KVയുടെ പ്ലേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഈ ഒരു വൈറ്റ് ബിൽഡിങ്ങിൻ്റെ ഒരു ഏരിയയിലാണ് KVയുടെ പ്ലേസ് നിൽക്കുന്നത്. കറണ്ട് സിനാരിയോയിൽ ഇവിടെ നിന്ന് സുരേഷ് പാണ്ഡ്യൻ നല്ലൊരു സ്പ്രേ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇവിടെയുള്ള ഹിറ്റ്മാൻ്റെ വണ്ടിക്കാണെന്ന് തോന്നുന്നു ആ ഒരു സ്പ്രേ വരുന്നത്. ഓക്കെ, സുരേഷ് പാണ്ഡ്യൻ ഇവിടെ നിന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റാവു ആ ഒരു ആംഗിളിൽ വണ്ടിയായിട്ട് എത്തിയിട്ടുണ്ട്. റാവുമോൻ്റെ വണ്ടിക്ക് നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. അവിടെ റാവുമോൻ്റെ വണ്ടിയിൽ അവിടെ ടാഗ് റാവുമോൻ്റെ പിക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുമ്പോൾ നമുക്കറിയത്തില്ല. ബട്ട് ആ വണ്ടിക്ക് നല്ലൊരു ടാഗ് വന്ന് അവർ ആ ഒരു ഏരിയയിൽ നിന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്മോക്ഡ് ബാബ്സ് സോണിൻ്റെ അകത്തോട്ട് എൻട്രി ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ബട്ട് ഓൾറെഡി KVA ആ ഒരു ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ ഒരു ഏരിയയിലോട്ട് കൊമ്പൻ എത്തിയിട്ടുണ്ട്. കൊമ്പൻ ഈ ഒരു ഏരിയയിലോട്ട് എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ സോണ് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. കൊമ്പൻ ഈ ഒരു ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് കൊമ്പൻ എത്തിയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ടീച്ചർ ബാക്കി എല്ലാ പ്ലേയേഴ്സും അവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, ലെഗസി ഈ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ആ ഒരു എഡ്ജിൽ നിന്ന് നല്ലൊരു സ്പ്രേ കവർ കൊടുക്കുന്നുണ്ട്. KVയുടെ പ്ലേയേഴ്സ് എല്ലാവരും ഇവിടെ ഈ ഒരു എഡ്ജിൻ്റെ സോണിൽ KVയുടെ പ്ലേയേഴ്സ് ഉണ്ട്. അതുപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിലാണ് ബാക്കിയുള്ള TJയുടെ എല്ലാ പ്ലേയേഴ്സും ഇരിക്കുന്നത്. മുകളിലും താഴെയും ഓരോ കോർണറുകളിലുമായിട്ടാണ് അവരിയ്ക്കുന്നതെന്ന് തോന്നുന്നു. അതെ, ഓക്കെ, TJ ആണ് അറ്റാക്ക് ചെയ്തത്. ഇവിടെ നമ്മുടെ സുരേഷ് പാണ്ഡ്യനും നിക്കിയും മാത്രമാണ് ഈ ഒരു ബിൽഡിങ്ങിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേഷ് പാണ്ഡ്യൻ നല്ലൊരു സ്പ്രേ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അവിടെ നിക്കിയും സ്പ്രേ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സ്മോക്ഡ് ബാബ്സ് വണ്ടിയായിട്ട് ഈ ഒരു കോർണറിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിഴാം, കൊമ്പൻ ആൻഡ് ക്യാബ്സറെ കളിക്കുന്നുണ്ട്. സ്മോക്ഡ് ബാബ്സ് ഈ ഒരു ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. കറൻ്റ് സ്മോക്ഡ് ബാബ്സിൻ്റെ ടയറുകളെല്ലാം സ്മോക്ഡ് ബാബ്സിന് നഷ്ടപ്പെട്ടില്ല. ഒരു ടയർ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. അവർ ഈ ഒരു സ്കേറ്റ് ബോർഡിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് വണ്ടി ഇട്ടിട്ടുണ്ട്. ഒരു നിശബ്ദമായ ടർഫാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. TJയുടെ 11 പ്ലേയേഴ്സ് സോണിൻ്റെ അകത്തുണ്ട്. KVയുടെ 12 പ്ലേയേഴ്സ് സോണിൻ്റെ അകത്തുണ്ട്. എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ശ്രമിച്ചു, ബട്ട് അവിടെ ഹിറ്റ്മാൻ്റെ വണ്ടിയുണ്ട്. റാവുമോൻ ഈ ഒരു കോർണറിൽ കളിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ലെക്സി അവിടെ കണക്ഷൻ ഡൗൺ ഔട്ട് ആയിട്ടുണ്ട്. KVയുടെ ഒരു പ്ലെയർ കുറവാണ്. KVയുടെ ഇൻഫ്ലുവൻസ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. സ്മോക്ഡ് ബാബ്സ് ഈ ഒരു ഏരിയയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഹോക്കി റൈറ്റ് റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഹോക്കി വേഴ്സസ് സ്മോക്ഡ് ബാബ്സ്. സ്മോക്ഡ് ബാബ്സ് വേഴ്സസ് ഹോക്കി. ഹോക്കി ഡൗൺ. സ്മോക്ഡ് ബാബ്സ് അവിടെ ഹോക്കിനെ പിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഹോക്കി അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഒരു 2 പ്ലെയർ കുറവായിട്ടാണ് ഇപ്പോൾ KV കറണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. റാവുമോൻ ഇവിടെ ബാക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. സ്മോക്ഡ് ബാബ്സ് പിന്നെയും അകത്തോട്ട് കയറിയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാവു ഈ ഒരു ഏരിയ തന്നെ വീണ്ടും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നത്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് എങ്ങോട്ടാണ് എന്ന് നമുക്കറിയത്തില്ല. വെതർ
ഇവിടുന്ന് ബുള്ളറ്റ് എത്തുന്നില്ല, അതേപോലെ പക്ഷെ തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വരാനും ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇവിടെ എൻ്റെ അമ്മേ, റോബ്ലൂച്ചിക്ക് നല്ല ടാഗ് വന്നു. ക്യാപ്സറെ ഈ ഒരു ആംഗിളിൽ നിന്ന് കവർ കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ വിസാം ഈ ഒരു ആംഗിളിൽ നിന്ന് കവർ കൊടുക്കുന്നുണ്ട്. സ്പൈഡി ജോഡ് അവിടെ ചാവാനുള്ള എല്ലാ കെ വി ഡ്രാക്കൺ ഡൗൺ. കെ വി ഡ്രാക്കൺ അവിടെ വന്നിറങ്ങി. ഓ, സ്മോക്ഡ് ബാബു എൻ്റെ കൊമ്പൻ ഈ ഒരു ആംഗിളിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ആംഗിളിൽ നിന്ന് നല്ലൊരു പിക്ക് ഓഫ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. വാസ്കോ അകത്ത് കയറി ഡൗൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കക്കാശി അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പല ഏരിയകളിലും ടി ജി ആണ് ഓൾറെഡി ഇരിക്കുന്നത്. ആ ഒരു ബ്ലൈൻഡ് റഷ് വലിയൊരു മണ്ടത്തരമാണെന്ന് തോന്നുന്നു. സിദ്ധു ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. റയുസാക്കി അവിടെ കെ വി റയുസാക്കി റാവുവിനെ പിക്ക് ചെയ്തു, പക്ഷേ സേവർ അവിടെ കക്കാശിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. മുകളിൽ നിന്നൊരു സിദ്ധു അവിടെ ടി ജെ സുരേഷ് പാലിനെ പിക്ക് ചെയ്തു. ബട്ട് നൈസ്, സിദ്ധുവിന്റെ വക നൈസ് 2 പിക്ക്. ബട്ട് സിദ്ധു അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. നല്ല 2 കിടിലം പിക്കാ. ലോ എച്ച് പിയിലുള്ള ലാസ്റ്റ് മുകളിലുള്ള ആളെ കൂടെ നല്ലൊരു പിക്കാണ് സിദ്ധു അവിടെ എടുത്തു കൊടുത്തത് അവിടെ. പക്ഷെ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ കെ വിക്ക് സാധിക്കുമെന്ന് അറിയത്തില്ല. കെ വിയുടെ മിക്ക പ്ലേയേഴ്സും ഡൗൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ഹാർഡ് റഷിൽ. സോ എന്താണ് കെ വി ഇനി ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ബിൽഡിങ്ങിൽ ടി ജിയുടെ 2 പ്ലേയേഴ്സ് ഓൾറെഡി കളിക്കുന്നുണ്ട്. അടുത്തൊരു സോണ് ഷിഫ്റ്റ് ആയിരിക്കുകയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. കെ വിയുടെ ലെഗസി ഇനി 5 പേരാണ് കെ വിയുടെ ബാക്കിയുള്ളത്. ലെഗസി ഇനിയും തിരിച്ചു കയറിയിട്ടില്ല. കില്ലീസ് നോക്കേണ്ടി വരുമല്ലോ. ഒന്ന്, 2, 3, 4 പേര് ടി ജെയുടെ ഡൗൺ ആയിട്ടുള്ളൂ. അതേസമയം 1, 2, 3 ഹിറ്റ്മാൻ അവിടെ ടി ജെ നിക്കിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊമ്പൻ ആൻഡ് സ്മോക്ഡ് ബാബ്സ് നല്ലൊരു സ്പ്രേ അവർ ചെയ്യുന്നുണ്ട്. മുകളിൽ നിന്ന് ഡൊമിനിക് അവിടെ പിക്ക് ഓഫ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് റയുസാക്കിനെ. കാർലോ അവിടെ ടി ജെ ഹാർലോ ലൂയിസിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അതെവിടെ അത് പിക്ക് ഓഫ് ചെയ്ത്? ഹിറ്റ്മാന് നല്ല ടാഗ് വരുന്നുണ്ട്. അവിടെ സ്പൈഡി ജോഡ് അവിടെ നല്ലൊരു കവറാണ് കൊടുക്കുന്നത്. ടി ജെ സേവർ അവിടെ താഴെ കളിക്കുന്നുണ്ട്. മേളിൽ ഡൊമിനിക് കളിക്കുന്നുണ്ട്. കാർലോ ആർമർ അവിടെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൊമിനിക് അവിടെ പിക്ക് ഫയർ ചെയ്യാൻ ശ്രമിക്കുമെന്ന് തോന്നുന്നു, അറിയില്ല. നല്ലൊരു 2 പിക്കാണ് കെ വി തിരിച്ചെടുത്തത്. ഇപ്പോൾ 6 പിക്ക് ടി ജിയുടെ ഡൗൺ ആയിട്ടുണ്ട്. അതേസമയം കെ വിയുടെ 5 പ്ലേയേഴ്സാണ് ലൈവ്. സോ 6v5. ഓ, സേവിയർ അവിടെ സോൺ ഔട്ടിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട്. സേവിയറിനെ അവർ സ്പോട്ട് ചെയ്തില്ലെങ്കിൽ ബാക്കിൽ നിന്നുള്ള ഫയറിൽ ഡൗൺ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റയുസാക്കി സേവിയറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. റയുസാക്കി വേഴ്സസ് സേവിയർ. റയുസാക്കി അവിടെ സ്പോട്ട്, ഡൊമിനിക് അവിടെ മുകളിൽ നിന്ന് അടിക്കുന്നുണ്ട്. ഹിറ്റ്മാൻ അവിടെ മുകളിൽ നിന്ന് കവർ കൊടുക്കുന്നുണ്ട്. സേവിയർ അവിടെ ഓൾറെഡി സ്പോട്ടഡ് ആണ്. ഹിറ്റ്മാൻ ഇപ്പോൾ ഡൗൺ ആവാനുള്ള ചാൻസ് കൂടുതലാണെന്ന് തോന്നുന്നു. അവിടെ ടി ജിയുടെ വിസാം ആൻഡ് ക്യാപ്സറെ പുഷ് ചെയ്ത് വരുന്നുണ്ട്. സ്പൈഡി ജോഡിന് നല്ല രീതിയിൽ ടാഗ് വന്നുകൊണ്ടിരിക്കുകയാണ്. സേവിയർ ഓൾറെഡി റയുസാക്കി സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സേവിയർ അവിടെ കയറി വരുന്നു. റയുസാക്കി അവിടെ കവർ കൊടുത്ത് ആ ഒരു പിക്ക് എടുക്കാൻ സാധിക്കുമോ അവർക്ക്? 3 പേരാണ് അടിക്കുന്നത് സേവിയറിനെ. സേവിയർ ലിറ്ററലി ലോ ആണ്. ആ ഒരു പിക്ക് ഓഫ് എടുക്കാൻ അവർക്ക് സാധിക്കുമോ? കാർലോ അവിടെ ആ ഒരു ഏരിയയിലോട്ട് ഓടുന്നുണ്ട്. ബട്ട് ബുഷിനകത്തിരിക്കുന്ന പ്ലെയറിനെ അവർ സ്പോട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. കെ വി ആ ഒരു പ്ലെയറിനെ സ്പോട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. ടി ജെ ക്യാപ്സറെ പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഈ ഒരു ആംഗിളിൽ നിന്ന് ക്യാപ്സറേക്ക് നല്ലൊരു ടാഗ് അകത്തോട്ട് കിട്ടുന്നുണ്ട്. ക്യാപ്സറെ ബാക്ക് ഓഫ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. സേവർ അവിടെ ഹീൽ ചെയ്തിട്ടുണ്ട്. ഡൊമിനിക് അവിടെ സ്പൈഡി ജോഡിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. കെ വിയുടെ സ്പൈഡി അത്രയും തന്നെ കവർ കൊടുത്ത സ്പൈഡി ജോഡ്, അതായത് അവരുടെ റൈറ്റ് ആംഗിൾ പുഷ് ഹോൾഡ് ചെയ്ത് അത്രയും തന്നെ അവിടെ നല്ല രീതിയിൽ അവിടെ സ്പൈഡി ജോഡ് കളിച്ചു. റയുസാക്കി അവിടെ ആ ഒരു പിക്ക് ഓഫ് എടുക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ആ ഒരു ബുഷിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്. ബട്ട് അവർക്ക് കൺഫേം അല്ല എവിടെയാണ് ആ പ്ലെയർ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. കറൻ്റ്ലി കെ വിയുടെ 3 പ്ലെയേഴ്സാണ് എലൈവായിട്ടുള്ളതെന്ന് തോന്നുന്നു. 3 അല്ലേ? സ്പൈഡി ജോഡ് ഡൗൺ ആണ്. ഡ്രേക്കൻ ഡൗൺ ആണ്. കെ വിയുടെ 3 പ്ലെയേഴ്സാണ് എലൈവായിട്ടുള്ളത്. ടി ജിയുടെ അതേസമയം നമുക്ക് 1, 2, 3, 4, 5 പ്ലെയേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. സേവിയറിനെ നല്ല രീതിയിൽ റയുസാക്കി സ്പ്രേ ചെയ്യുന്നുണ്ട്. ബട്ട് ആ ഒരു പിക്ക് കെ വിക്ക് ഇനി കൺഫേം ആക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അവിടുന്ന് അവർ വണ്ടി എടുത്ത് പുഷ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. നല്ലൊരു സ്പ്രേ കാർലോയുടെ സൈഡിൽ നിന്നും കൊടുത്തിട്ടുണ്ട്. റൈറ്റിൽ നിന്ന് ക്യാപ്സ്റേ ആൻഡ് അതേപോലെ തന്നെ വിസാം പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഡൊമിനിക് മുകളിലുണ്ട്. 6 പേരാണ് ടി ജിയുടെ ലൈവ്, 3 പേരാണ് കെ വിയുടെ ലൈവ്. എന്താണ് ചെയ്യാൻ പറ്റുക? ലെഗസി കത്തിപ്പോയിരിക്കുകയാണ്. ഓക്കെ, ഡൊമിനിക് അവിടെ മുകളിൽ നിന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. നല്ലൊരു ടാഗ് സ്പ്രേ ഫ്രം ഹിറ്റ്മാൻ ഡൗൺ. ഡൊമിനിക് അവിടെ ഹിറ്റ്മാനെ പിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. കെ വിയുടെ ലാസ്റ്റ് 2 പ്ലേയേഴ്സ്. ടി ജെ ഇപ്പോൾ ഒരു ഹാർഡ് റഷ്. മുകളിൽ നിന്ന് വീണ്ടും ഡൊമിനിക്കിന്റെ വക കാർലോയ്ക്ക് നല്ലൊരു ടാഗ്. കാർലോ റീലോഡ് സ്കീൻ അടിച്ചിട്ടുണ്ട്.
സേവർ ഇപ്പോഴും ആ ഒരു ഏരിയ ഹോൾഡ് ചെയ്ത് കളിക്കുകയാണ്. കാർലോയുടെ ഹീൽ. ഓക്കെ, സേവർ കയറി വരുന്നു. റൈസാക്കി സേവറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാർലോ സേവർ അവിടെ കാർലോനെ പിക്ക് ഓഫ് ചെയ്തു. ലാസ്റ്റ് മാൻ റൈസാക്കി ഒറ്റയ്ക്ക്. ഓക്കെ, വിസാം അവിടെ റൈസാക്കിനെയും ഫിനിഷ് ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ടർഫ് ടി ജി അടിച്ചെടുത്തിരിക്കുകയാണ്. കറന്റ് 6 പേരാണ് ടി ജിയുടെ ലൈവ്. ഇവിടെ ഒരു പ്ലെയർ കത്തിപ്പോയിട്ടുണ്ട്. ആ പ്ലെയർ തിരിച്ച് വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ആ ഒരു പ്ലെയർ തിരിച്ച് വന്നിട്ടില്ല.